നമ്മൾ ഇന്ന് നോക്കാൻ പോവുക കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്താണ് എന്നുള്ളതാണ്. നമ്മളത് കഴിഞ്ഞ കുറച്ച് ലെക്ചേഴ്സിലായിട്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു എന്താണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്നുള്ളത്. ജുറാൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. Quality costs are defined as those costs that are associated with the non-achievement of product or service quality. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ അച്ചീവ്മെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് വേണ്ട ഒരു കോസ്റ്റ് അല്ല ഈ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്, മറിച്ച് നോൺ അച്ചീവ്മെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് എന്നുള്ളതാണ്. പ്രോഡക്റ്റ് ജസ്റ്റ് മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമർ എത്തിക്കുന്നു, അതിനുള്ള ചിലവ് അല്ല കോസ്റ്റ് ഓഫ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുക, മറിച്ച് മറ്റു പല ഫാക്ടേഴ്സിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. ദെൻ defined by the requirements established by the organization and its contracts with customers. നമുക്ക് നോക്കാം എന്താണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. നമുക്ക് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി 3 പഠിക്കാനുണ്ട്: പ്രിവെൻഷൻ, അപ്രൈസൽ, ഫെയിലിയർ. കോസ്റ്റ് ഓഫ് ക്വാളിറ്റിനെ 3 തിരിച്ചിരിക്കുന്നു: പ്രിവെൻഷൻ കോസ്റ്റ്, അപ്രൈസൽ കോസ്റ്റ്, ഫെയിലിയർ കോസ്റ്റ്. ഇതിൽ 2 കോസ്റ്റുകൾ പ്രിവെൻഷൻ, ഫെയിലിയർ. അത് നമുക്ക് ആ പേര് കേൾക്കുമ്പം പ്രിവെൻഷന് വേണ്ടിയുള്ള എന്തോ ഒന്ന്, ഫെയിലിയർ എന്ന് പറയുമ്പം ഫെയിലിയറായി പോയത് മൂലമുള്ള കോസ്റ്റ്. ലെറ്റ്സ് സീ പ്രിവെൻഷൻ കോസ്റ്റ്. എന്താണ് പ്രിവെൻഷൻ? പ്രിവെൻറ്റ് ചെയ്യുക. ദീസ് കോസ്റ്റ് ആർ ഇൻകേർഡ് ഇൻ ദ പ്രോസസ് ഓഫ് ട്രൈങ് ടു പ്രിവെൻറ്റ് ഡിഫക്ട്സ്. ഡിഫക്റ്റ് ഉണ്ടാകാതിരിക്കുക, ഫെയിലിയേഴ്സ് ഉണ്ടാകാതിരിക്കുക, ലോസസ് ഏറ്റവും കുറയ്ക്കുക, പ്രൊഡക്ഷൻ ഏറ്റവും മാക്സിമൈസ് ചെയ്യുക, കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുക. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിന് വേണ്ടിയുള്ള കോസ്റ്റ്. ട്രൈങ് ടു പ്രിവെൻറ്റ് ഡിഫക്ട്സ് ആൻഡ് എറേഴ്സ് ഫ്രം ഒക്കറിങ്. ഇപ്പം ഡിഫക്റ്റും എറേഴ്സും ഒക്കർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രിവെൻറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനു വേണ്ടിയുള്ള കോസ്റ്റാണ് പ്രിവെൻഷൻ കോസ്റ്റ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽപ്പെടും? പ്ലാനിങ് ദ ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്സ്. ക്വാളിറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഏറ്റവും ഒപ്റ്റിമം രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒപ്റ്റിമം രീതിയിലുള്ള ഒരു ക്വാളിറ്റി പ്രോഡക്റ്റിൽ എൻഷുർ ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. എന്തൊക്കെ ക്വാളിറ്റി കൺട്രോൾ ടൂളുകൾ വേണമെന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. ദെൻ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ്. എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നു, എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും അവർ തന്നെ സെൽഫ് എംപവർമെൻറ്റ് എന്ന രീതിയിലേക്ക് എംപ്ലോയീസ് എത്തുന്നു. അവർ കുറേ സ്കിൽസ് ആഡ് ഓൺസ് ആയിട്ട് നേടുന്നു. അപ്പോൾ അത്തരത്തിൽ എംപ്ലോയീസ് കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡ് ആവും തോറും അവരുടെ ടാലൻറ്റും വർദ്ധിക്കും, അവരുടെ എഫിഷ്യൻസി വർദ്ധിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനും ഫീഡ്ബാക്ക് ചെയ്യാനും പറ്റും. അവരുടേതായ ആശയങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ കൂടുതൽ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് മാറാൻ ഓർഗനൈസേഷന് സാധിക്കും. അപ്പോൾ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നു, ക്വാളിറ്റി കൺട്രോൾ അതിനുവേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ഡിസൈൻ ദ പ്രോഡക്റ്റ് ഫോർ ക്വാളിറ്റി. ബെസ്റ്റ് ക്വാളിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് അത് ഡിസൈൻ ചെയ്യുന്നു, ഡിസൈനിങ് ദ പ്രൊഡക്ഷൻ സിസ്റ്റം ഫോർ ക്വാളിറ്റി. ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ പ്രൊഡക്ഷൻ, ആ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിനുള്ള എൻറ്റയർ സിസ്റ്റം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നു. ദെൻ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ആ എക്യുപ്മെൻറ്റ്സ് ഫ്യൂച്ചറിൽ ഫെയിലിയർ ആകാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റീവായിട്ട് എക്യുപ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ മെഷീനറീസിൽ മെയിൻ്റനൻസ് നടത്തുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം ഈ പ്രിവെൻഷൻ കോസ്റ്റിനകത്ത് വരും. അതായത് അൾട്ടിമേറ്റ് ആയിട്ടും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിക്ക് വേണ്ടി ചെയ്യുക, ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളത് ഒരു ഔട്ട്പുട്ട് ലഭിക്കുക. മീൻസ് അവിടെ ഫെയിലിയേഴ്സ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ, അല്ലെങ്കിൽ ലോസസ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് എയിം. അപ്പം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുൻകൂറായി ചെയ്യുന്ന പ്രിവെൻറ്റീവായിട്ടുള്ള മെത്തേഡ്സ്, അത് നല്ല ഡിസൈൻ ആകാം, എംപ്ലോയീസിനുള്ള എംപവർമെൻറ്റ് ട്രെയിനിങ്ങുകളാകാം, അതോടൊപ്പം തന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്ലാനിങ്ങുകളൊക്കെ ആകാം, പ്രിവെൻറ്റീവായിട്ടുള്ള മെയിൻ്റനൻസിലാകാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള കോസ്റ്റ്, ദാറ്റ് ഈസ് പ്രിവെൻഷൻ കോസ്റ്റ്. Prevention cost, it includes planning, implementing
ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് എ ക്വാളിറ്റി പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു കോസ്റ്റ്. ദെൻ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എംപ്ലോയീസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, ടീക്കുമ്പോൾ ഒരു അപ്രോച്ച് സ്വീകരിക്കാൻ നേരത്തെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള എഡ്യൂക്കേഷനും ഒക്കെ വേണ്ടിയുള്ള കോസ്റ്റാണ് പ്രിവെൻഷൻ കോസ്റ്റ്. ദെൻ ഡിഫക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിമൂവൽ ആൻഡ് ദ കോസ്റ്റ് ഓഫ് എ ക്വാളിറ്റി ഓഡിറ്റ് ആർ ഇൻക്ലൂഡ് ഇൻ ദ പ്രിവെൻഷൻ കോസ്റ്റ്. അപ്പോൾ ക്വാളിറ്റി എൻഷുർ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ ഡിഫക്റ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ക്വാളിറ്റി എങ്ങനെ ബെസ്റ്റ് രീതിയിൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്ലാൻ ചെയ്യുക, സെറ്റ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി ഉള്ള കോസ്റ്റാണ് പ്രിവെൻഷൻ കോസ്റ്റ്. ഇതിന് അപ്രൈസൽ കോസ്റ്റ് ഓർ ഡിറ്റക്ഷൻ കോസ്റ്റ്. അപ്പോൾ അപ്രൈസൽ കോസ്റ്റ് ഓർ ഡിറ്റക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്വാളിറ്റി നമ്മൾ ഉദ്ദേശിച്ച ഒപ്റ്റിമം ലെവലിൽ തന്നെയാണോ പോകുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യാനുള്ള സിസ്റ്റം. അപ്പോൾ അതിനുവേണ്ടിയുള്ള കോസ്റ്റ്. These are the cost of determining the current quality of the production system or inspection and testing to sampling. ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്ന കേസിൽ എത്രത്തോളം ഉണ്ട് ക്വാളിറ്റി എന്നുള്ളത് അസസ് ചെയ്യാം. നമ്മളത് കണ്ടു ഓൾറെഡി, ക്വാളിറ്റി കൺട്രോൾ ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു പ്രോസസ്സ് അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കോസ്റ്റിനെയാണ് ഡിറ്റക്ഷൻ കോസ്റ്റ്. ഡിറ്റക്റ്റ് ചെയ്യുക, ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുക. ഇപ്പോൾ എന്തൊക്കെ വരും ആ കോസ്റ്റിനകത്ത്? മെഷറിങ് ആൻഡ് ടെസ്റ്റിംഗ് പാർട്സ് ആൻഡ് മെറ്റീരിയൽസ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചു, അതിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യണം. മാത്രമല്ല ആ പ്രോഡക്റ്റ്, ഇപ്പോൾ കാറൊക്കെ ആണെങ്കിൽ അതിൻ്റെ സേഫ്റ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളത് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ പ്രോഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെറ്റീരിയലുകൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള കോസ്റ്റ്. ദെൻ കണ്ടക്ടിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റാസിനെ അനലൈസ് ചെയ്ത് റൺ ചാർട്ട്, കൺട്രോൾ ചാർട്ട് പോലെയുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം, പെരറ്റോ ഡയഗ്രാം, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു മെത്തേഡിൻ്റെ എന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. ദെൻ റിസീവിങ് ഇൻസ്പെക്ഷൻ, റിപ്പോർട്ടിംഗ് ഓൺ ക്വാളിറ്റി. ദെൻ ഇൻസ്പെക്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ പ്രോഡക്റ്റ് കറക്റ്റ് സ്പെക്കിലാണോ, അതോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റീവർക്ക് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണോ, അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ടുള്ള പോയ പ്രോഡക്റ്റ് ആണോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ക്വാളിറ്റി കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ എങ്ങനെയുണ്ട്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഗോളിനനുസരിച്ചാണോ ഓരോ പ്രോസസ്സിൻ്റെയും ഓരോ മെത്തേഡിൻ്റെയും ക്വാളിറ്റി ഓൺഗോയിങ്ങിൽ പോകുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള സംവിധാനം, അതിനൊക്കെ വേണ്ടിയാവുന്ന കോസ്റ്റിനെയാണ് അപ്രൈസൽ കോസ്റ്റ് ഓർ ഡിറ്റക്ഷൻ കോസ്റ്റ് എന്ന് പറയുക. അപ്രൈസൽ കോസ്റ്റ് ആർ റിലേറ്റഡ് വിത്ത് മെഷറിംഗ്, ഇവാലുവേറ്റിംഗ് ഓർ ഇൻസ്പെക്ടിംഗ് പ്രോഡക്ട്സ്, കമ്പോണൻസ് ഓർ പർച്ചേസ്ഡ് മെറ്റീരിയൽസ്. അത് നമ്മൾ വിട്ടുപോയി, പർച്ചേസ്ഡ് മെറ്റീരിയൽസ്. അതായത് നമുക്ക് പ്രോഡക്റ്റ് മാത്രം ജസ്റ്റ് ക്വാളിറ്റി ചെയ്തെടുക്കുക, ആ പ്രോഡക്റ്റിനെ മാത്രം ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പ്രോഡക്റ്റിന് വേണ്ട റോ മെറ്റീരിയൽസ്, ആ റോ മെറ്റീരിയൽ കറക്റ്റായിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഈ ഡിറ്റക്ഷനിൽ വരും. അപ്പോൾ ചിലപ്പോൾ ആ റോ മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതെല്ലാം ഈ അപ്രൈസൽ കോസ്റ്റിനകത്ത് വരും. സോ measuring, evaluating or inspecting products, components or purchased materials to determine their degree of conformance to specified design standards. അപ്പോൾ നമ്മളിതൊക്കെ ചെക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ടു കൺഫോം. എന്ത് കൺഫോം ചെയ്യാൻ? ദ കൺഫോർമൻസ് ടു സ്പെസിഫൈഡ് ഡിസൈൻ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്സ്, ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ലെവൽ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ഈ ഡിറ്റക്ഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആകുന്ന കോസ്റ്റ്, ദാറ്റ് ഈസ് ഡിറ്റക്ഷൻ കോസ്റ്റ്. Then appraisal costs are associated with managing the outcome
വേറസ് പ്രിവെൻഷൻ കോസ്റ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് മാനേജിങ് ദ ഗോൾ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്രൈസൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അസോസിയേറ്റഡ് വിത്ത് മാനേജിങ് ദ ഔട്ട്കം. എന്താണോ ഔട്ട്കം, ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്കം എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അത് കറക്റ്റായിട്ടുള്ള ഒരു ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് ആയിട്ടാണോ ഡെലിവറി ചെയ്യുക, അത് എൻഷുർ ചെയ്യുന്ന ഉത്തരവാദിത്വമാണ് അപ്രൈസൽ കോസ്റ്റ്. അപ്രൈസൽ കോസ്റ്റ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒന്നാണ് അപ്രൈസൽ കോസ്റ്റ്. അതായത് ഔട്ട്കം നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലുള്ളതാണോ, ദാറ്റ്സ് ഓൾ. പക്ഷെ പ്രിവെൻഷൻ കോസ്റ്റ് അങ്ങനെയല്ല. അത് ഗോൾ എന്താണോ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, ഒരു ഗോൾ എന്ന് പറയുമ്പം ഈ ലെവലിലുള്ള ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കമ്പനി ടോപ്പ് ലെവലിലേക്ക് എത്തണം, അതായിരിക്കും ഗോൾ. അല്ലെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പോൾ ഈ ഒരു പീക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളതായിരിക്കും ഗോൾ. അപ്പോൾ എന്തായാലും ആ ഗോളിലേക്ക് എത്തുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുക, അത് പ്രിവെൻറ്റീവായിട്ട് കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. മീൻസ് ക്വാളിറ്റി ഒരു കാരണവശാലും ഒരു ഫെയിലിയർ എന്ന സ്ഥിതിയിലേക്ക് പോകാത്ത ബെസ്റ്റ് ക്വാളിറ്റി ഡെലിവർ ചെയ്യുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്യുക. അപ്പം അതുകൊണ്ട് ഈ പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു മാനേജിങ് ദ ഗോൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്രൈസൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡിറ്റക്ഷൻ, ആ ഔട്ട്കം എത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്കം ആണ് എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു കോസ്റ്റ്. ദെൻ ലാസ്റ്റ് ഫെയിലിയർ കോസ്റ്റ്. നമുക്ക് ഓൾറെഡി അറിയാം, ഫെയിലിയറായി ഒരു പ്രോഡക്റ്റ് ഫിറ്റ്നസ് ഫോർ യൂസ് അല്ല, അല്ലെങ്കിൽ കസ്റ്റമർ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന ഒന്നല്ല, ദെൻ ഇറ്റ് ഈസ് ഫെയിലിയർ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ദെൻ ഫെയിലിയർ കോസ്റ്റ് ആർ കോസ്ഡ് ബൈ ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് ഓർ ബൈ പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു മെറ്റീരിയൽ അത് ഡിഫക്റ്റീവ് ആയത് മൂലമാകാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് അത് വർക്ക് ചെയ്തപ്പോൾ ആ പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആയി പോയത് മൂലമാകാം. എനിവേ ദാറ്റ്സ് ഫെയിലിയർ. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് കം അപ്പ് ടു സ്പെസിഫിക്കേഷൻസ്. എന്താണോ നമ്മുടെ കമ്പനിയുടെ ഓർഗനൈസേഷൻ്റെ സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡിനൊത്ത ഒരു പ്രോഡക്റ്റ് അല്ല. ഡു നോട്ട് കം അപ്പ് ടു സ്പെസിഫിക്കേഷൻസ്. അപ്പ് ടു സ്പെസിഫിക്കേഷനിലേക്ക് എത്താത്തൊന്ന്, ദാറ്റ്സ് ഫെയിലിയർ. ഇനി ഫെയിലിയർ കോസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു, ഇൻറ്റേർണലും എക്സ്റ്റേണലും. എന്താണ് ഇൻറ്റേർണൽ കോസ്റ്റ്? Errors are found before shipment or delivery to the customer. കസ്റ്റമറിലേക്ക് എത്തുന്നതിന് മുമ്പ് സംഭവിക്കുന്ന എല്ലാ ഫെയിലിയറും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമർ ആ പ്രോഡക്റ്റ് സ്വീകരിച്ചില്ല, മീൻസ് കസ്റ്റമറിലേക്ക് എത്തുന്നതിന് മുമ്പുണ്ടായ ഫെയിലിയേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരാം? ലേബർ ആൻഡ് മെറ്റീരിയൽ ദാറ്റ് ആർ സ്ക്രാപ്പ്. ഉദാഹരണം, ആ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്ത് പോകുന്ന വഴിക്ക് ആ മെറ്റീരിയൽ പ്രോഡക്റ്റ് ഫെയിലാകാം, മെറ്റീരിയൽ ഫെയിലാകാം, അല്ലെങ്കിൽ ഷിപ്മെൻറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഫെയിലിയേഴ്സ് ആകാം, അല്ലെങ്കിൽ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തുണ്ടായ ഒരു ഫെയിലിയർ ആകാം. അപ്പോൾ അത്തരത്തിൽ അത് കസ്റ്റമറിൽ എത്തുന്നില്ല ആ പ്രോഡക്റ്റ്, അതിന് മുമ്പുണ്ടാകുന്ന കാരണങ്ങൾ. ഇനി റീവർക്കിംഗ് ആൻഡ് റീടെസ്റ്റിംഗ് ടു കറക്റ്റിംഗ് ഡിഫക്റ്റ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയമീറ്റർ 10 mm ആണെങ്കിൽ നമ്മൾ നിർമ്മിച്ചത് ഒരു 15 mm ആയിപ്പോയി. എഗെയിൻ അത് ഒന്നും കൂടെ റീവർക്ക് ചെയ്ത് അത് 10 mm ആക്കുന്നു. അപ്പോൾ അതിന് അഡീഷണലായിട്ട് മെഷീൻ വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ മാൻ പവറും വേണം. അപ്പോൾ അവിടെ അത് വീണ്ടും ലോസസ് ആണ്, ഫെയിലിയർ ലോസ്. ദെൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പം ഫെയിലിയർ മൂലം ഉണ്ടായ പ്രോഫിറ്റുകൾ. മീൻസ് മെറ്റീരിയൽ കറക്റ്റ് ഡയമെൻഷനല്ല, കറക്റ്റ് ഫീച്ചറിലല്ല, ഡിഫക്റ്റീവായി പോയി, ഫെയിലിയർ ആയിപ്പോയി. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ലോസസ്. ദെൻ failure cost. Internal failure cost will disappear if there were no defect or defective in the product while it is manufactured in-house. അപ്പോൾ ഈ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ആ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കസ്റ്റമറിൽ എത്തുന്നതിന് മുമ്പുള്ള കോസ്റ്റാണ്. അപ്പോൾ ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത കേസിൽ ഈ ഒരു കോസ്റ്റ് 0 ആയിരിക്കും. ഡിഫക്റ്റ് ഒന്നും ഇല്ല മീൻസ് ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നവരെ ആ പ്രോഡക്റ്റിൽ ഒരു ഡിഫക്റ്റും ഇല്ലെങ്കിൽ ദെൻ അത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് 0 ആയിരിക്കും. ദെൻ ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് ഓൾസോ ഇൻക്ലൂഡ് ലേബർ ആൻഡ് ഓവർഹെഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റീപെയർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റ് ഒന്നും കൂടെ ഒന്ന് റീപെയർ ചെയ്യുക അല്ലെങ്കിൽ റീവർക്ക് ചെയ്യുന്നതിന് ആവശ്യമായി വരുന്ന എല്ലാ കോസ്റ്റും,
അത് മെഷീനറി ആകാം, ഇലക്ട്രിസിറ്റി ആകാം, മാൻ പവർ ആകാം. അപ്പോൾ അതെല്ലാം ഈ ഇൻറ്റേർണൽ കോസ്റ്റാണ്. ദെൻ എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമറിൽ കയ്യിൽ ഒരു പ്രോഡക്റ്റ് എത്തി, അതിനുശേഷം ആ പ്രോഡക്റ്റ് മൂലം കമ്പനിക്ക് വരുന്ന നഷ്ടങ്ങൾ. ദാറ്റ്സ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. ദീസ് ആർ ദ കോസ്റ്റ് ഓഫ് ട്രൈയിങ് കറക്റ്റ് ഡിഫെക്ട്സ് ആൻഡ് എറേഴ്സ് ആഫ്റ്റർ റെസിപ്റ്റ് ബൈ ദ കസ്റ്റമർ. കസ്റ്റമറുടെ കയ്യിൽ ആ പ്രോഡക്റ്റ് എത്തിയതിനു ശേഷം ആ പ്രോഡക്റ്റ് മൂലം കമ്പനിക്ക് എന്തെങ്കിലും തരത്തിൽ നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. അപ്പോൾ എങ്ങനെ നഷ്ടം ഉണ്ടാകും? അപ്പോൾ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ക്വിക്ക് റെസ്പോൺസ് ടു കംപ്ലയിൻറ്റ്സ്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ആ പ്രോഡക്റ്റിൽ ഒരു കംപ്ലയിൻറ്റ് വന്നു, അപ്പോൾ ആ കംപ്ലയിൻറ്റ് ശരിയാക്കണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ കമ്പനി ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അണ്ടർ വാറണ്ടി ആണ് എങ്കിൽ ആ പ്രോഡക്റ്റ് അത് ശരിയാക്കേണ്ടതായിട്ട് വരും. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു കറക്റ്റ് ദ പ്രോബ്ലം. പ്രോബ്ലത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടായി, അല്ലെങ്കിൽ കസ്റ്റമർ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പോയി കഴിഞ്ഞാൽ അപ്പോൾ അതുമായിട്ട് കമ്പനിയായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചിലപ്പോൾ ഒത്തുതീർപ്പിൽ പോകേണ്ടതായിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഉള്ള കേസിൽ ചിലപ്പോൾ അവിടെ കോസ്റ്റ് ആവശ്യമായി വരാം. ലോസ്റ്റ് ഗുഡ് വിൽ, വാറണ്ടീസ് ആൻഡ് ഇൻഷുറൻസ്, സെറ്റിൽമെൻറ്റ്സ് ഓഫ് ലോസ്യൂട്ട്സ്, പ്രോഡക്റ്റ് റീകോൾ. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലെത്തിയതിനു ശേഷം ആ പ്രോഡക്റ്റ് ഡിഫക്റ്റീവായി പോയി, അല്ലെങ്കിൽ അത് അണ്ടർ വാറണ്ടിക്കുള്ളിൽ അത് ഫെയിലിയറായി. അപ്പം അങ്ങനെയുള്ള കേസിൽ പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ പ്രോഡക്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എഗെയിൻ ശരിയാക്കേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ പ്രോഡക്റ്റ് കസ്റ്റമർ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ കമ്പനി പറഞ്ഞ ആ ഒരു സ്റ്റാൻഡേർഡിൽ പെർഫോം ചെയ്യാത്തത് മൂലം കേസുകൾ വന്ന് അപ്പോൾ അത്തരത്തിൽ ആ കേസുകൾ നേരിടേണ്ടതായിട്ട് വരാം. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തിയതിനു ശേഷം ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിക്ക് എന്തൊക്കെ കാര്യത്തിൽ ലോസസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. External failure costs are incurred when the product does not perform satisfactorily after it is shipped to the end customer. End customer സാറ്റിസ്ഫൈ ചെയ്യാതെ വരുന്നു. അപ്പോഴാണ് പതുക്കെ ഫെയിലിയർ കോസ്റ്റ്, എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് എന്നതിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. If there are no defective units, the external failure cost can be zero. Costs incurred due to customer complaints, cost of investigation and adjustments, ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ആൻഡ് ദോസ് അസോസിയേറ്റഡ് വിത്ത് റെസിപ്റ്റ്, ഹാൻഡ്ലിംഗ്, റിപ്പയർ, റീപ്ലേസ്മെൻറ്റ്, വാറണ്ടി, ഇതെല്ലാം ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇത് ഈ കാണുന്നതാണ് വിസിബിളും ഹിഡനും ആയിട്ടുള്ള കോസ്റ്റ്. വിസിബിൾ കോസ്റ്റിൽ ടെസ്റ്റിംഗ് കോസ്റ്റ്, വാറണ്ടി കോസ്റ്റ്, റിജക്റ്റ് ആയി പോയ കോസ്റ്റ്, ഇൻസ്പെക്ഷൻ കോസ്റ്റ്, റീകോൾ കോസ്റ്റ്, സ്ക്രാപ്പ് ആയി പോയിട്ടുള്ളത്, റീവർക്ക് ചെയ്യുന്ന കോസ്റ്റ്, ഇതെല്ലാമാണ് വിസിബിളായിട്ട് വരുന്നത്. ഹിഡൻ ആയിട്ട് വരുന്ന കോസ്റ്റുകൾ അതിൽ കംപ്ലൈൻറ്റ് വരാം, ലേറ്റ് ഡെലിവറി വരാം, അൺയൂസ്ഡ് കപ്പാസിറ്റി വരാം, ലോസ്റ്റ് സെയിൽസ് വരാം, എക്സസ് ആയിട്ടുള്ള ഓവർ ടൈം വരാം. അപ്പോൾ ഇതെല്ലാം വിസിബിളും ഹിഡനും ആയിട്ടുള്ള കോസ്റ്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി നമ്മൾ പറഞ്ഞു, പ്രിവെൻഷൻ, അപ്രൈസൽ ആൻഡ് ഫെയിലിയർ. ദെൻ നമ്മളിവിടെ ക്രോസ്ബി പറഞ്ഞ പോലെ ഈ കോസ്റ്റിനെ ക്രോസ്ബി ഒന്നും കൂടെ 2 വാക്കുകളിലായിട്ട് മനോഹരമായി അവതരിപ്പിച്ചു. കോസ്റ്റ് ഓഫ് കൺഫോർമൻസ് ആൻഡ് കോസ്റ്റ് ഓഫ് നോൺ കൺഫോർമൻസ്. ദെൻ ഈ കോസ്റ്റ് ഓഫ് ക്വാളിറ്റിനെ തന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് കൺഫോർമൻസിലേക്കും കോസ്റ്റ് ഓഫ് നോൺ കൺഫോർമൻസിലേക്കും പെടുത്താൻ പോവുക. കോസ്റ്റ് ഓഫ് കൺഫോർമൻസ് എന്താണ്? പ്രിവെൻഷനും കോസ്റ്റും അപ്രൈസലും കോസ്റ്റിനെയും ചേർത്ത് നമുക്ക് കോസ്റ്റ് ഓഫ് കൺഫോർമൻസ് വിളിക്കാം. എന്താണ് കാരണം? ഈ പ്രിവെൻറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ, അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതിനാവുന്ന കോസ്റ്റാണ് പ്രിവെൻഷൻ കോസ്റ്റും ഡിറ്റക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ അപ്രൈസൽ കോസ്റ്റും. അതെല്ലാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ കൺഫോർമൻസ് ടു റിക്വയർമെൻറ്റ്സിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. എന്താണോ റിക്വയർമെൻറ്റ് അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രിവെൻഷനും ഡിറ്റക്ഷനും. അതായത് ശരിക്കും പറഞ്ഞാൽ ഫിറ്റ്നസ് ഫോർ യൂസ് എന്ന പർപ്പസിലേക്ക് ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിൽ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള കോസ്റ്റാണ് പ്രിവെൻഷനും അപ്രൈസലും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോസ്റ്റ് ഓഫ് കൺഫോർമൻസ് എന്ന് പറയുന്നത്. കൺഫേം ചെയ്യുന്നു. ദെൻ കോസ്റ്റ് ഓഫ് നോൺ കൺഫോർമൻസ് മീൻസ് ഫിറ്റ്നസ് ഫോർ യൂസ് എന്ന കാറ്റഗറിയിലേക്ക് കസ്റ്റമറിലേക്ക് ഒരു പ്രോഡക്റ്റ് എത്തിക്കാൻ സാധിക്കാതെ വരുന്നു.
അങ്ങനെ സാധിക്കാതെ വരുന്നത് മീൻസ് ഫെയിലിയർ ഉണ്ടാകുന്നു. ആ ഫെയിലിയർ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് നോൺ കൺഫോർമൻസ്. ദെൻ ഈ ഒരു ഡയഗ്രാം കാണിക്കുന്നത് 100% ഡിഫക്റ്റീവ്, അതുപോലെ തന്നെ 100% ഗുഡ് ആയിട്ടുള്ള കേസസ് ആണ്. അപ്പോൾ അതിൽ ഫെയിലിയർ കോസ്റ്റുകളും അതുപോലെ തന്നെ പ്രിവെൻഷനും അപ്രൈസൽ കോസ്റ്റുകളും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. അതായത് നമ്മൾ നിർമ്മിക്കുന്നത് 100% ഗുഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അങ്ങനെയെങ്കിൽ ഗ്രാജുവലി ഈ ഇൻറ്റേർണൽ കോസ്റ്റും എക്സ്റ്റേണൽ കോസ്റ്റും കുറഞ്ഞ് അത് 0 വരും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ 100% ഗുഡ് എന്ന രീതിയിലേക്ക് പോകുകയാണ് എങ്കിൽ അവിടെ അപ്രൈസൽ കോസ്റ്റും പ്രിവെൻഷൻ കോസ്റ്റും കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു കോസ്റ്റ് കുറഞ്ഞപ്പോൾ അതനുസരിച്ച് മറ്റൊരു കോസ്റ്റ് നന്നായിട്ട് കൂടി. അപ്പോൾ 100% ഡിഫക്റ്റ് ഫ്രീ പ്രോഡക്റ്റ് എന്ന രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ അവിടെ ഫെയിലിയർ കോസ്റ്റിൽ 0 ആകും. പക്ഷെ അവിടെ അതനുസരിച്ച് പ്രിവെൻഷൻ കോസ്റ്റും അപ്രൈസൽ കോസ്റ്റും നന്നായി കൂടും. അത് പാടില്ല. എപ്പോഴും കമ്പനിക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റുമാണ് ആവശ്യം. ദെൻ ഈ രണ്ട് ഫെയിലിയർ കോസ്റ്റുകൾ, അതായത് ഇൻറ്റേർണൽ പ്ലസ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റും ദെൻ അതോടൊപ്പം തന്നെ പ്രിവെൻഷൻ പ്ലസ് അപ്രൈസൽ ആയിട്ടുള്ള ഈ രണ്ട് കർവുകൾ ചേർത്ത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരയ്ക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി ഈ ടോട്ടൽ കോസ്റ്റ് ഏറ്റവും മിനിമം ആയിരിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് ഒപ്റ്റിമം ക്വാളിറ്റി ലെവൽ. ഇപ്പോൾ എപ്പോഴും കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു ഒപ്റ്റിമം ക്വാളിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും നോക്കുക. കാരണം അവിടെയായിരിക്കും ടോട്ടൽ കോസ്റ്റ് കുറവ്. കാരണം 100% ഗുഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫെയിലിയർ കോസ്റ്റ് കുറയും, പക്ഷെ ബാക്കിയുള്ള കോസ്റ്റുകൾ കൂടും. ഇനി 100% ഡിഫക്റ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും? ഫെയിലിയർ കോസ്റ്റ് കൂടും. അപ്പം അതുകൊണ്ട് നമുക്ക് 100% ഡിഫക്റ്റീവിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. 100% ഗുഡിലേക്ക് പോയാൽ അവിടെ കോസ്റ്റ് കൂടുകയും ചെയ്യും, ടോട്ടൽ കോസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മിനിമം ടോട്ടൽ കോസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഒപ്റ്റിമം എന്നുള്ളതാണ് ജുറാൻ്റെ ഒപ്റ്റിമം ക്വാളിറ്റി കോസ്റ്റിൽ പറയുക. അതിൻ്റെ ഒരു പൈ ചാർട്ടാണ് ഈ കാണുന്നത്. പുവർ ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി. ഗുഡ് ക്വാളിറ്റിയിൽ എല്ലാം ഒരു ബാലൻസ്ഡ് രീതിയിൽ ആയിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് തഗുഷീസ് അപ്രോച്ച് എന്നുള്ളത് നോക്കും. തഗുഷി ലോസ് ഫങ്ഷൻ. താങ്ക് യു.